ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു കല്യാണ പർച്ചേസ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ നാട്ടിലേക്കുള്ള ട്രാവൽ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവനെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അവൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് സാരി വേണ്ട എന്നുള്ള പ്ലാനിലായിരുന്നു. കാരണം സാരി കൊടുത്ത് നടക്കുകയെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സാരി ഞാൻ എന്തായാലും ഫസ്റ്റ് ഓപ്ഷനായിട്ട് വയ്ക്കുന്നില്ല. ഞാൻ ലഹങ്കയോ ധാവണിയോ അതുപോലെ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് നോക്കട്ടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ സാരി തന്നെ സെലക്ട് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ലഹങ്ക വന്നതാണ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് പോയത് ലഹങ്കയുള്ളൊരു ബുട്ടീക്കിലേക്കാണ് കേട്ടോ. ഇത് നോക്കി, നല്ല ക്യൂട്ടായിട്ടില്ലേ, കുഞ്ഞു പിള്ളേർക്കൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. പക്ഷേ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുട്ടീക്കിലേക്കല്ലേ പോയത്. അവിടെ അത്ര അഫോർഡബിൾ അല്ല. ഒരു ബ്ലൗസിന് തന്നെ 4000 അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മെറ്റീരിയൽ എടുത്ത് അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയും വേണം. അപ്പോൾ അതിന് എക്സ്ട്രാ അങ്ങനെ വരും. അപ്പോൾ അത്രയൊരു ഹൈ ബഡ്ജറ്റിലേക്ക് പോകുന്നുണ്ടെന്നുള്ള പ്ലാനുണ്ട്. ഞങ്ങൾ വേറൊരു ഷോപ്പിലൂടെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഷോപ്പിലൂടെ പോയി. ഇവിടെയും ഞങ്ങൾക്കൊന്നും സെറ്റായില്ല സത്യം പറയാതെ. ഇവിടെ ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഡാർക്ക് കളറും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ കേരള സ്റ്റൈൽ ഡ്രസ്സസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ധാവണി സെറ്റ് ഉണ്ടോ, കേരള അല്ലെങ്കിൽ തമിഴ് സ്റ്റൈലായാലും മതി. അപ്പോൾ ഇല്ല, അത് ഇപ്പോൾ മകരസംക്രാന്തി കഴിഞ്ഞല്ലോ, അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ടായി, ഇനിയൊന്നും ബാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പം പുതിയ സ്റ്റോക്ക് വരണം എന്നുണ്ടെങ്കിൽ ടൈം എടുക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനിത് വെറുതെ ഒന്ന് ഗൗൺ വെച്ച് നോക്കിയതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ റിസപ്ഷനും ഉണ്ടാവുമല്ലോ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ റിസപ്ഷൻ ഇടാമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണേ. ആ ഷോപ്പിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് മൂന്നാമത്തെ ഷോപ്പിലേക്ക് വന്നത്. ഇത് ഞങ്ങളുടെ 3rd ഷോപ്പാണ് കേട്ടോ. ഞങ്ങൾ കയറി ഇറങ്ങുന്ന 3rd ഷോപ്പാണ്. ഇവിടെ ഈ കാറ്റലോഗിൽ കാണിച്ചിട്ടുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ കാറ്റലോഗ് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അവരതിനനുസരിച്ചുള്ള അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് എടുത്ത് കാണിക്കും കേട്ടോ. അങ്ങനെ നോക്കി എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ധാവണി സെറ്റാണിത്. ലഹങ്കയാണ്. എനിക്ക് പിന്നെയും കുറച്ചുകൂടെ ഒരു കേരള ടൈപ്പായിട്ട് ഫീൽ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കുറച്ചൊരു നോർത്തി ടൈപ്പാണ്. നോർത്ത് ഇന്ത്യൻസൊക്കെ യൂസ് ചെയ്യുന്ന പോലെ കുറച്ചൊരു ഭയങ്കര കളർഫുള്ളും അങ്ങനെയൊക്കെയാണ്. നാട്ടിലെ ഫങ്ഷൻസിനൊക്കെ കുറച്ച് സിമ്പിളായിട്ട് ഇതുപോലെയൊക്കെയുള്ള ഇതല്ലേ കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ളത് എനിക്ക് നാട്ടിൽ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല. ನಮ್ಮತ್ತ ಆಲ್ ಟೈಪ್ ಇದೆ ಮ್ಯಾಮ್. 2 ಇಂದ 4 ತನಕ ಇದೆ. 4 ಹೆವಿಯಾ ಮಾಡ್ಕೊಡ್ತೀನಿ. ವೇಟ್ಲೆಸ್ ಆಗಿದೆ. ಇಲ್ಲಿ ಸೇಮ್ ಎರಡು ಕಲರ್ ಇದೆ, ಪಿಂಕ್ ಇದೆ, ಒಂದು ಸ್ಕೈ ಬ್ಲೂ ಇದೆ. ಹೆವಿ ಐಟಮ್. ಇದೆಷ್ಟು ಬರುತ್ತೆ? ಯಾವುದು ಇದು 4.5 ಇದೆ, 10% ಡಿಸ್ಕೌಂಟ್ ಇದೆ. ಓಕೆ. 2 ಕಲರ್ಸ್, ಒಂದು ಸ್ಕೈ ಬ್ಲೂ, ಒಂದು ಪಿಂಕ್. 2 ಕಲರ್ಸ್ ಇದೆ. ಇದು ತುಂಬಾ ಹೆವಿ ಆಯ್ತಲ್ವಾ? ತುಂಬಾ ಹೆವಿ ಏನಿಲ್ಲ, ವೆಡ್ಡಿಂಗ್ ಕಲೆಕ್ಷನ್ ಇದೆ. ಬ್ರೈಡಲ್ ಅಲ್ವಾ? ಬ್ರೈಡಲ್. ಕ್ಯಾನ್ ಇದೆ, ಕ್ಯಾನ್ ಬೇಡ ಅಂದ್ರೆ ರಿಮೂವ್ ಮಾಡ್ಕೊಂಡು ವೇಟ್ಲೆಸ್ ಆಗುತ್ತೆ ಪೂರ್ತಿ. ഭയങ്കര അല്ലേ, സ്റ്റിഫായിട്ട് നിൽക്കല്ലേ. ರಾಜಸ್ಥಾನಿ, ಗುಜರಾತಿ, ಮರಾಠಿ, ಕರ್ನಾಟಕ ಎಲ್ಲ ಆಲ್ ಸ್ಟೈಲ್ ಇದೆ. ಕೇರಳ ಸ್ಟೈಲ್ ತೋರಿಸಿ. ಅದು ಹಬ್ಬ ಟೈಮ್ ಜಾಸ್ತಿ ಸೇಲ್ ಆಗುತ್ತೆ. ಬಾರ್ಡರ್ ಅಲ್ಲಿ ಅಂದ್ರೆ ಜಸ್ಟ್ ಪೊಂಗಲ್, ಉಗಾದಿ ಹಬ್ಬ, ದಸರಾ ಆ ಟೈಮ್ ಜಾಸ್ತಿ ಸೇಲ್ ಆಗುತ್ತೆ. ಇದು ವೆಡ್ಡಿಂಗ್ ಕಲೆಕ್ಷನ್ ಇದೆ ಆಕ್ಚುಲಿ. ಓಪನ್ ಅಲ್ಲ, ಇದು ರಾಜಸ್ಥಾನಿ. ನೋ ದಿಸ್ ಇಸ್ ನಾಟ್ ರಾಜಸ್ಥಾನಿ, ದಿಸ್ ಇಸ್ ನಾರ್ತ್ ಸೈಡ್ ಸ್ಟೈಲ್. ಬಟ್ ಇದು ತುಂಬಾ ಚೆನ್ನಾಗಿದೆ, ಸಮಥಿಂಗ್ ಡಿಫ್ರೆಂಟ್ ಇದೆ. ಇದ್ರಲ್ಲಿ 3-4 ಪ್ರಿಂಟ್ ಇದೆ ನಮ್ಮ ಹತ್ರ. ಪೀಚ್ ಕಲರ್ ಇದೆ, ಗ್ರೀನ್ ಕಲರ್ ಇದೆ, ಡಿಫ್ರೆಂಟ್ ಪ್ರಿಂಟ್ ಇದೆ. ಅಗಲೇ ಜಾಸ್ತಿ ಇದೆ, ಅಂದ್ರೆ ಗೆಟ್ಟ ಬರುತ್ತೆ. ಒಂದ್ಸತಿ ಕನ್ನಡಿ ನೋಡಿ, ಒಂದ್ಸತಿ ನೀವು ತಗೊಳ್ಳಿದ್ದು ದಿಸ್ ಒನ್ ಕಲರ್ ಆಲ್ ನೈನ್ ಸಮಥಿಂಗ್ ಡಿಫ್ರೆಂಟ್ ತರಿಸ್ತೀನಿ. ಕಲರ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ, ಮತ್ತೆ ಸ್ವಲ್ಪ ನೀಟಾಗಿ ಬರ್ತದೆ. ಮೇರೆಲ್ಲ ನೋಡಿ ಮ್ಯಾಮ್, ಕಲರ್ ವಾಪಸ್ ಫುಲ್ ಗ್ಯಾರಂಟಿ ಇದೆ.
நல்லா இருக்கு. ಇದು ಒಂದು ಡಿಸೈಡ್ ಆಗುತ್ತೆ ಗ್ರೀನ್ ಕಲರ್. ದಿಸ್ ಒನ್ ವೆಡ್ಡಿಂಗ್ ಕಲೆಕ್ಷನ್. ಹೆವಿ ಜಿಗಿ ಜಿಗಿ ಬರಲ್ಲ. ഇതാണ് സെലക്ട് ചെയ്ത്. ബാക്കിയെല്ലാം കുറേ ഹെവിയായി. ഇതാ ദുപ്പട്ട വരുന്നത്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഭയങ്കര ഹെവിയാണ്. നമ്മുടെ നാട്ടിലെ പ്രോഗ്രാമിനൊന്നും സെറ്റ് ആവില്ല. ഇതൊക്കെ രാജസ്ഥാനി ഡിസൈൻ ഹെവിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഷോപ്പ് ചെറുതാണ്, പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതാണ് ഞാനിപ്പം സെലക്ട് ചെയ്ത ഗ്രീൻ ആൻഡ് പേർപ്പിൾ. അത് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത്. ഞാനത് കണ്ടിട്ട് കയറിയതാണ്. കുഴപ്പമില്ല, അത്ര ഭയങ്കര പ്രൈസ് എന്ന് പറയാനില്ല. പിന്നെ പാർട്ടി വെയർ ആകുമ്പം ഈ പ്രൈസിന് ഇതിലും കുറഞ്ഞൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പം ഞങ്ങളതിന് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഇവിടെ ടൈലറിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. എനിക്കതിന് സ്ലീവ്സ് വെക്കണമായിരുന്നു. കുറച്ച് ലൂസാണ്, അപ്പോൾ അതൊന്ന് റെഡിയാക്കണമായിരുന്നു. അതിന് വേണ്ടി വന്നതാണ്. അതിനുശേഷം ഞങ്ങൾ പോയ വഴി വീണ്ടും തിരിച്ചു വന്നതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ രതിശേഖരന് ഷർട്ട് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ നേരത്തെ വന്ന് പോയില്ലായിരുന്നോ. എനിക്ക് ധാവണി പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന സെയിം ഷോപ്പാണ് കേട്ടോ ഇത്. അവിടുന്ന് ഷർട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അല്ലേ, കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ കളർ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസിന് കളക്ഷൻസ് ഭയങ്കര കുറവാണ്. എപ്പോഴും ജെൻസിനുള്ള ഷർട്ട് എന്താണെന്ന് വെച്ചാൽ ആദ്യം എടുത്തതിന് ശേഷം മാത്രം മാച്ച് ചെയ്തിട്ട് ലേഡീസിനുള്ളത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന്. അതാണ് കേട്ടോ പറഞ്ഞത്. ഷർട്ടും ഇവർക്ക് കുറച്ച് കളക്ഷൻസ് എപ്പോഴും കുറവല്ലേ. ജെൻസിനും ആൺപിള്ളേർക്കാണെങ്കിലും വിരലിൽ ഉണ്ടാവുന്ന കുറച്ച് ഷർട്ട്, ടീഷർട്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കറക്റ്റല്ല, ഓൾമോസ്റ്റ് സെയിം. സിഗല്ലല്ലോ ഇല്ലേ, ലെങ്ത് ഉണ്ട് കറക്റ്റ്. അത് നന്നായി. അതെ അതെ, അവർക്ക് കെട്ടൊക്കെ പറയല്ല അത്. പോക്കറ്റും ഉണ്ട്. ഇതൊക്കെ സംവിധാനങ്ങളാണ്. സമാധാനമായിട്ട് ഫിറ്റ്. ഇത് കളറും മാച്ചാ. ആ ഇതില്ലേ പർപ്പിൾ ഒന്ന് വെച്ച് നോക്ക് വെറുതെ. അത് കുറച്ച് ഇരുണ്ട പോലെ വേണം. ഇതൊരു ബ്രാൻഡഡ് ഷോപ്പാണ് കേട്ടോ. കണ്ടാൽ തന്നെ അറിയില്ലേ, ഒരുപാട് ഹ്യൂജ് കളക്ഷനുണ്ട്. പ്രത്യേകിച്ച് മെൻസ് വെയർ. ലേഡീസ് വെയർ ലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു. മെൻസ് വെയർ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്, അടിപൊളിയാണ് സംഭവം. ഇത് കണ്ടില്ലേ, ഒരു കുഞ്ഞി സുന്ദരി, ഒരു കുഞ്ഞു ബൊമ്മ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. പക്ഷേ കളർ തീരെ മാച്ച് ആവുന്നില്ല. ഷർട്ടാണ് കറക്റ്റ് മാച്ച് ആയത്. ഗ്രീൻ കളർ ഒരു ഷർട്ടും സെയിം മാച്ച് ചെയ്തൊരു മുണ്ടുമാണ് കേട്ടോ സെലക്ട് ചെയ്തതിൽ കാണിച്ചില്ലായിരുന്നു. അത്
അതിനുശേഷം ഞങ്ങൾ രതീഷേട്ടന് പാൻസ് നോക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഇതൊക്കെ ഉള്ള കളറാ. ഇതാണ് കേട്ടോ ഞങ്ങളിപ്പം സെലക്ട് ചെയ്ത് വെച്ചത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി മാച്ചായിട്ട് തോന്നിയത് ഈ ഷർട്ടാണ്. പക്ഷേ എന്താണെന്നറിയില്ല, രതീഷേട്ടന് തീരെ ഇഷ്ടപ്പെട്ടില്ല പേർപ്പിൾ കളറ്. അപ്പം ഞങ്ങൾ ഗ്രീൻ ആൻഡ് വൈറ്റ് മതി എന്നുള്ള പ്ലാനിലാണ്. പിന്നെ പാൻസ് എല്ലാം നോക്കി സെലക്ട് ചെയ്ത് വെച്ചു. 1-2 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അച്ഛനോട് ഒരു ഷർട്ട് നോക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അത് ലാസ്റ്റ് മൊമെൻറ്റ് വന്ന ഐഡിയ ആണ്. എനിക്ക് ഈ 2 ഷർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് ഗ്ലോസി ടൈപ്പ്. ഇതെടുത്തേ അച്ഛന് വേണ്ടി വാങ്ങിച്ചാണിത്. പിന്നെ രതീഷേട്ടന് ഒരു ടീഷർട്ടും കൂടെ എടുക്കാമെന്ന് വെച്ചു കേട്ടോ. ഫോർമൽസ് ഒരുപാട് വാങ്ങിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, വലിയ യൂസില്ല. അപ്പം പിന്നെ ടീഷർട്ട് ആക്കാമെന്ന് വിചാരിച്ചു. കമ്പനിയിലേക്കൊക്കെ യൂണിഫോം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കാഷ്വൽസ് വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഫോർമൽസ് വെറുതെ ആയിപ്പോവും. അങ്ങനെ ഞങ്ങളൊരു ഹെവി പർച്ചേസിന് ശേഷം തിരിച്ച് പോകാനൊരുങ്ങാണ്. നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, തിരിച്ചു പോവാണ്. മക്കളെ പിക്ക് ചെയ്യണം. ಚೆನ್ನಾಗಿದೆಯಾ ಇದು? ಅದು ಸೇಮ್ ಪ್ರೈಸಾ? ഇതിവർ ഫാമിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ സെല്ല് ചെയ്യുന്നതാണ് കേട്ടോ. സ്ട്രോബെറി സീസൺ അല്ലേ, ഭയങ്കര ചീപ്പായിട്ട് ഇവിടെ സ്ട്രോബെറി കിട്ടുന്നുണ്ട്. ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പോൾ ഇതിൽ 70 പറഞ്ഞ സ്ട്രോബെറി അതൊക്കെ ബ്ലിങ്കിറ്റിൽ വരുമ്പം കുറച്ചുകൂടി 130 ആ ലെവലിൽ വരുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി നല്ലതാണോ എന്ന് കൂടി ഒന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇനി വാങ്ങിക്കാമല്ലോ. ಇದು 4 ಕೊಡಿ. 4 ಕೊಡಿ. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവാണ്. മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മക്കളെ പിക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്, ഞങ്ങളെ കല്യാണ ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.